തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അരുംകൊലക്കിരയായ 5 പേർക്ക് വിട നൽകി നാട്. എല്ലാവരുടെയും മൃതദേഹം കബറടക്കി. ഫർസാനയെ ചിറയിൻകീഴ് മസ്ജിദിലും മറ്റ് 4 പേരെ പാങ്ങോട് ജുമാ മസ്ജിദിലുമാണ് സംസ്കരിച്ചത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഒരു നാട് തന്നെ കണ്ണീരിലാകുന്ന ഒരു നിമിഷമാണ്. കണ്ണീരോടുകൂടിയാണ് അവർക്ക് നാട് യാത്രയയപ്പ് നൽകിയതും. കബറടക്കത്തിന്റെ മറ്റു വിവരങ്ങൾ എന്താണ് ഷിജോ? തിരുവനന്തപുരം വെഞ്ഞാറമൂട് പാങ്ങോട് കൊല്ലപ്പെട്ട 5 പേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ട്. ഫർസാനയുടെ വീടിനോട് ചേർന്നുള്ള ജുമാ മസ്ജിദിലും മറ്റ് 4 പേരുടെയും സംസ്കാരം താഴെ പാങ്ങോട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിലുമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അല്പസമയം മുമ്പായിരുന്നു പള്ളിയോട് ചേർന്നുള്ള കബറിടത്തിൽ 4 പേരുടെയും കബറടക്കമടക്കമുള്ള സംസ്കാര ചടങ്ങുകൾ നടന്നത്. അല്പസമയം മുമ്പ് ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് അഫ്സാന്റെ മൃതദേഹം പള്ളിക്ക് സമീപത്തേക്ക് കൊണ്ടുവന്നത്. 4:30 ലത്തീഫിന്റെയും സാജിദ ബീഗത്തിന്റെയും അതുപോലെ ബാപ്പുമാരുടെയും ഒക്കെ മൃതദേഹം ഇവിടെ കൊണ്ടുവന്ന് പൊതുദർശനത്തിന് ഏതാണ്ട് 1.5 മണിക്കൂറോളം നീളുന്ന ഷിജോ കുര്യൻ തുടരാം. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൊതുദർശനമായിരുന്നു. ആ പൊതുദർശനം പൂർത്തിയാക്കി ഇപ്പോൾ എന്തായാലും കബറടക്കമടക്കമുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് ആളുകളാണ് അവസാനമായിട്ട് ഈ കൊല്ലപ്പെട്ട ആളുകളെ കാണുന്നതിനായിട്ട് ഇവിടേക്ക് വന്നത്. ജനപ്രതിനിധികളായിട്ടുള്ള CPIന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, വി ജോയി, എ റഹീം MP, DK മുരളി MLA അടക്കമുള്ള ജനപ്രതിനിധികളും അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടേക്ക് വന്നിരുന്നു. ഇവിടെ കണ്ട കാഴ്ചകൾ അത്രയും കണ്ടുനിന്ന ഓരോ ആളുകളുടെയും കണ്ണു നനയിക്കുന്ന കാഴ്ചകളായിരുന്നു. ഈ നാട് ഒന്നടങ്കം സൽമാ ബീവിക്കും അതുപോലെ തന്നെ ലത്തീഫിനും സാജിദ ബീഗത്തിനും അഫ്സാനും എല്ലാം വിട നൽകുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിഞ്ഞത്. കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ ഈ നാട് ഒന്നടങ്കം ഇവരുടെ സംസ്കാര ചടങ്ങിന്റെ ഭാഗമാകാൻ അവസാനമായിട്ട് ഇവരെ ഒന്ന് കാണാനായിട്ട് ഇവിടേക്ക് വന്നു എന്നുള്ളതാണ് നമുക്ക് ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്. ഈ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഒരു വീട്ടിലായിരുന്നു സൽമാ ബീവി താമസിച്ചിരുന്നത്. കഴിഞ്ഞ ഏതാണ്ട് പതിറ്റാണ്ടുകളായിട്ട് ഈ പള്ളിയോട് ചേർന്ന് തന്നെയുള്ളൊരു വീട്ടിൽ താമസിക്കുന്ന, ഒരു ഷീറ്റിട്ട വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ മറ്റു മക്കൾ ഈ വാപ്പുമായിക്ക് ഒരു വീടൊക്കെ പണിത് കൊടുത്തെങ്കിൽ പോലും ആ വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ സൽമാ ബീവി തയ്യാറായില്ല എന്നുള്ളതാണ്. ആ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള എല്ലാ കാര്യങ്ങളിലും, ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് ഇടപെട്ടിരുന്ന ആളുകളൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് എല്ലാ ആളുകൾക്കും 100 നാവാണ് ഈ ആളുകളെ കുറിച്ച് പറയുമ്പോഴും. എന്തായാലും ഈ നാട് ഒന്നടങ്കം ഈ പള്ളിയിലേക്ക്, താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് ഒഴുകിയെത്തിയാണ് ഈ 4 പേർക്കും അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിച്ചത്. താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിനോട് ചേർന്ന് തന്നെയുള്ള ഖബർസ്ഥാനിൽ 4 കബറുകൾ തയ്യാറാക്കിയിരുന്നു. ആ കബറുകളിലാണ് ഈ 4 പേർക്കും അന്ത്യവിശ്രമം. 100 കണക്കിന് ആളുകളാണ് അവസാനമായിട്ട് ഇവരെ കാണാനായിട്ട് ഇവിടേക്ക് വന്നത്. എന്തായാലും 4:30 തുടങ്ങിയ പൊതുദർശനം 6 മണിയോടുകൂടി മാത്രമാണ് പൂർത്തിയായത്. 6:15 പള്ളിയിലെത്തിച്ച് മയ്യത്ത് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി. അല്പസമയം മുമ്പാണ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായത്. ഈ നാടിന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന നാട്ടുകാരുടെ ചിരിച്ചും കളിച്ചും ഒക്കെ കുശലം പറഞ്ഞിരുന്ന ആളുകളാണ് ഒരു ദിവസത്തിനപ്പുറത്തേക്ക് മൺമറഞ്ഞു പോകുന്നത്. ഈ നാട്ടുകാർക്ക് ആർക്കും ഇപ്പോഴും ഒരു വിയോഗം വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ പോലും കാഴ്ചകൾ കണ്ണുകളിലൊക്കെ വലിയ കണ്ണീരും തളം കെട്ടിക്കിടക്കുന്ന കാഴ്ചകൾ മാത്രമാണ്. ഉള്ളുലഞ്ഞ് തന്നെയാണ് ആ നാട്ടിലുള്ളവർ 4 പേർക്കും യാത്രയയപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് ഷിജോ കുര്യൻ അവിടെ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ട് ഇരിക്കുന്നത്.